പരസ്യരംഗത്താണ് ജോലി ചെയ്യുന്നത്. ധാരാളം ഡൈകളും ഹെയർ കളറിങ് സിസ്റ്റമൊക്കെ മാർക്കറ്റിലുള്ളപ്പോൾ പ്രായം കൊണ്ട് എനിക്കറിയാം നമ്മൾ തമ്മിലൊരു 3-4 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ലുക്ക് അപ്പിയറൻസ്? സ്വയം കരുതി വെച്ച് കാണിക്കുന്ന പ്രവണത ഇല്ലാത്തതുകൊണ്ടായിരിക്കണം. പലർക്കും പല രീതികളുണ്ട്. ഇപ്പം സാധാരണ കേട്ട് കേൾവി സ്റ്റോറി ബോർഡ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാക്കും. ഇപ്പോൾ ലേറ്റസ്റ്റ് പ്രവണത 3D സ്റ്റോറി ബോർഡുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വീഡിയോയിൽ ഇത് ചെയ്തിട്ട് റഫായിട്ട് ചെയ്ത് കാണിച്ചിട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്ന പരിപാടികൾ നടക്കുന്നുണ്ട്. ഞാൻ സ്റ്റോറി ബോർഡ് വരയ്ക്കാറില്ല. ശരി. പക്ഷെ ഞാൻ സ്ക്രീൻ പ്ലേ എഴുതും. അത് കൃത്യമായിട്ട് എഴുതി വെക്കും. സെറ്റിൽ ഞാൻ ഉപയോഗിച്ചോളണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഒരു പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് അത് ഞാൻ കൃത്യമായിട്ട് എഴുതാൻ. ഇതിൽ ഈ ഡ്യൂറേഷൻ്റെ ഒരു പരിമിതി മറികടക്കാൻ ഏറ്റവും നല്ല മാർഗം നിങ്ങൾ സ്ക്രീൻ പ്ലേ കൃത്യമായിട്ടിരിക്കുക എന്നുള്ളതാണ്. ഓഫ്കോഴ്സ് 30 സെക്കൻഡിലൊരു കഥ പറയാനൊന്നും പറ്റില്ല. അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. കഥ പറയണമെങ്കിൽ ആദ്യമധ്യാന്തങ്ങളൊരു കഥ പറയണമെങ്കിൽ അതിൻ്റേതായ ഒരു സമയം വേണം. 30 സെക്കൻഡിൽ നമ്മൾ നരേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനൊക്കെയാണ്. പുതിയ ഹീറോയിന് മേക്കപ്പ് വേണ്ട സാറേ. എന്താ നിറം, എന്താ സ്കിൻ ടോൺ. മേക്കപ്പ് തുടങ്ങാം. ഈ മുഖത്തിന് എന്തിനാ മേക്കപ്പ്? ആരാ കുട്ടിയുടെ ബ്യൂട്ടീഷ്യൻ? തിളക്കവും ആരോഗ്യവും തുടിക്കുന്ന ചർമ്മത്തിന് മുത്തശ്ശിമാരും ആയുർവേദവും ഒരുപോലെ ശുപാർശ ചെയ്തത് എന്റെ നാച്ചുറൽ ബ്യൂട്ടീഷ്യൻ. എങ്ങനെയാണ് ഇതിനെ ഈ ഒരു വിശാലമായിട്ടുള്ള ഒരു സാധനത്തിനെ ഇങ്ങനെ മിനിമൈസ് ചെയ്ത് ചിന്തിക്കാൻ പറ്റുന്നത്? അവിടെയാണ് ഈ പ്രൊഡക്ഷൻ ഡിസൈനിൻ്റെ പ്രാധാന്യം എന്ന് തോന്നുന്നു എനിക്ക്. ഞാൻ പ്രത്യേകിച്ച് എൻ്റെ പരസ്യങ്ങളൊക്കെ ഞാൻ പ്രൊഡക്ഷൻ ഡിസൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നൊരു ഏരിയ. കാരണം ലാലിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഒരു പ്രിമൈസ് എസ്റ്റാബ്ലിഷ് ചെയ്യാം. അപ്പോൾ അതിന് ഈ പ്രൊഡക്ഷൻ ഡിസൈൻ ശ്രദ്ധിക്കുക തന്നെയാണ് ഏറ്റവും നല്ല മാർഗം. ഞങ്ങളെപ്പോലുള്ള ഫിലിം മേക്കേഴ്സ് ആഡ്സ് ചെയ്യുമ്പോൾ ഞാൻ ഫേസ് ചെയ്ത പ്രശ്നം, ഞാൻ ഒരെണ്ണേ ചെയ്തിട്ടുള്ളൂ, ഞാൻ അതിപ്പോൾ ഫേസ് ചെയ്ത ഒരു പ്രശ്നം, ഇതൊക്കെ എസ്റ്റാബ്ലിഷ് ആവുമോ? ഈ സ്ഥലം ഇന്നതാണെന്നും ഈ കാലഘട്ടം ഇന്നതാണെന്നുള്ളതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇത്രയും മതിയോ എന്നുള്ളൊരു ഒരു കാര്യം. അപ്പോൾ ഇത് പരിചയം കൊണ്ട് മറികടന്നതായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ എന്താണ് പിന്നെ വേറൊരു കാര്യമുണ്ട്. ഓഡിയൻസ് ഇപ്പോൾ കുറച്ചും കൂടി ഇതുമായിട്ട് ഇതൊക്കെ ശീലിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ, ആ സംവേദനം പോസിബിളാണ്. നമ്മൾ വളരെ കാര്യമായിട്ടൊരു പ്രൊമൈസ് എസ്റ്റാബ്ലിഷ് ചെയ്തില്ലെങ്കിൽ പോലും ആൾക്കാർക്ക് മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊരു സൗകര്യമാണ്. ഈ പുതിയ ടെക്നോളജിയുടെ വരവ് എങ്ങനെയാണ് കാണുന്നത്? പുതിയ ടെക്നോളജിയിലെ വരവിനെ നമുക്ക് തടുത്തു നിർത്താൻ പറ്റില്ല, നമ്പർ 1. പിന്നെ അത് എന്തായാലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റും. പക്ഷെ ഞാനെപ്പോഴും ഒരു പഴയ സ്കൂളാണ്. ക്യാമറ സൈഡിലൊക്കെ ആരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്? സാധാരണ എനിക്ക് വേണ്ടിയിട്ട് PC ശ്രീറാം വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇളരാജ PC ശ്രീറാമാണ് വർക്ക്. പിന്നെ സജൻ കളത്തിൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെ സജൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയ അന്ന് മുതൽ തുടങ്ങിയതിട്ടാണ് ഞങ്ങളുടെ ബന്ധം. അപ്പോൾ മിക്കവാറും എൻ്റെ മെയിൻ കാര്യങ്ങളും അതൊക്കെ സജൻ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ മദുരാശിയിൽ കൈമൾ വർക്ക് ചെയ്തിട്ടുണ്ട്, ലോകനാഥൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ഈ തിരു വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക് സെക്ഷൻ ആരൊക്കെയാണ്? മ്യൂസിക് ഇപ്പോൾ കുറേ കാലമായിട്ട് ശരത്താണ്. അത് ഈ പറഞ്ഞ മാതിരിയാണ്, ആ ഒരു വർഷങ്ങളായിട്ടുള്ളൊരു ബന്ധം. ഇങ്ങനെ അപ്പം ഞാൻ കുറേ കൂടി കംഫർട്ടബിളാണ് ശരത്തൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കുടുംബത്തെ പറ്റി? കുടുംബം ഞാനും ഭാര്യയാണുള്ളത്. ഞാൻ കോഴിക്കോടാണ്. എൻ്റെ ഭാര്യയുടെ പേര് അനിത. അവരൊരു ക്രിയേറ്റിവിറ്റി ട്രെയിനറാണ്. ഒരു കോയമ്പത്തൂരിലൊരു റിസർച്ച് ഓർഗനൈസേഷനിൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അച്ഛനമ്മയൊക്കെ നാട്ടിലുണ്ട്. തിരൂരാണ്. ഈ യാത്ര നല്ല സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകട്ടെ. പുതിയ കാലഘട്ടത്തിൽ പുതിയ രീതികളിലൊക്കെ അത് ഒരു മുടക്കമില്ലാതെ പോകട്ടെ. സിനിമയിലേക്ക് വരാൻ പറ്റട്ടെ, നല്ല സിനിമകൾ വരട്ടെ. കാരണം നിങ്ങളെപ്പോലെ മീഡിയ അറിയുന്ന ആളുകൾ വരുമ്പോൾ ഇതിനുള്ളിൽ നിൽക്കുന്ന ആളുകൾ ചിലപ്പോൾ ഒരു ചക്കിലിങ്ങനെ കെട്ടിയ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഒരു പുതിയ വഴിയൊക്കെ ചിലപ്പോൾ പുതിയൊരാൾ, പുറമേ നിന്ന് ഒരാൾ വരുമ്പോഴാണ് അത് മീഡിയ അറിയാണ്ട് വരുന്ന ആളേക്കാൾ മീഡിയ അറിഞ്ഞിട്ട് വരുന്ന ഒരാൾക്ക് അത് സാധിക്കും. അപ്പോൾ ഏതായാലും സിനിമയിലും പുതിയ അത്ഭുതങ്ങൾ ഉണ്ടാവട്ടെ. സന്തോഷം.